ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വ്ളോഗർമാർ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വ്ളോഗർ ജുനൈദ് അറസ്റ്റിലായി എന്നൊരു വാർത്തയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പീഡനമാണ് കേട്ടോ, പീഡന വീരനാണ് നമ്മുടെ വ്ളോഗർ ജുനൈദ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ പല സ്ഥലത്തും കൊണ്ടുപോയി പുള്ളിക്കാരൻ പീഡിപ്പിച്ചു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇവനാൾ കൊടും ഭീകരനാണ് കേട്ടോ. പീഡന ദൃശ്യങ്ങളൊക്കെ മൊബൈൽ ക്യാമറയിൽ പകർത്തി പുള്ളിക്കാരത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നും പരാതിയുണ്ട്. എന്താല്ലേ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ലജ്ജാകരമാണ്. ഡെയിലി ഇങ്ങനെയുള്ള പീഡനങ്ങളും ഒക്കെയുള്ള വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ലെന്നായിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗർ ജുനൈദിനെ നിങ്ങൾക്കൊക്കെ കാണണ്ടേ? അപ്പോൾ കാണിച്ചു തരാം കേട്ടോ പുള്ളിക്കാരനെ. ജുനൈദിന്റെ മുഖമൊന്നും അറിയാൻ വയ്യ. പെൺകുട്ടിയെ പ്രണയം നടിച്ച വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ശേഷം അപ്പോൾ ഇവനാണ് നമ്മുടെ പീഡന വീരനായിട്ടുള്ള നമ്മുടെ വ്ളോഗർ ജുനൈദ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ വേറെ ഫോട്ടോ കിടക്കൂല. അപ്പോൾ എന്തായാലും ഈ വ്ളോഗർ ജുനൈദ് ഇങ്ങനെ പേടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ തെറ്റുകാരൻ എന്ന് പറയാനുള്ളത് ഈ വ്ളോഗർ ജുനൈദ് മാത്രമാണോ? 75% തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി പെൺകുട്ടിയുടെ ഭാഗത്തും ഇല്ലേ തെറ്റ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ബാക്കി പെൺകുട്ടിയുടെ ഭാഗത്തും തീർച്ചയായും തെറ്റുണ്ട്. ശരിക്കും ഇവൻ വീട് ആരും കാണാതെ കതകും വാതിലൊന്നും തല്ലിപ്പൊളിച്ച് കയറി വന്നിട്ടല്ലല്ലോ പീഡിപ്പിച്ചത്. ശരിക്കും ഇവൻ വിളിക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തെറ്റ് വരുമ്പോൾ പുരുഷൻ്റെ പേരിൽ മാത്രം വരുന്നതിൽ എത്രത്തോളം മാന്യതയുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ശരിക്കും ഞാൻ ആ ഒരു കാര്യത്തിന് എതിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എങ്ങനെയെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പല്ലിളിച്ച് കാണിച്ചാൽ ഉടനെ കൂടെ ചെല്ലും. അതിനുശേഷം പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നേരെ കൊണ്ട് തിരിയും. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതിയും കൊടുത്ത് മൊത്തം വീട്ടുകാരെ നാണം കെടുത്തും. അതാണ് ഈ പെൺപിള്ളേരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ എത്രത്തോളം കഷ്ടതയിലുള്ളതാണെന്ന് ഒന്ന് ഓർത്ത് നോക്കൂ. അവർക്ക് പുറത്തിറങ്ങി നടക്കണ്ട, അവർക്ക് ആകെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപ്പെട്ട് മാത്രം ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? പ്രണയമൊക്കെ ആവാം, അല്ലാന്നല്ല. പക്ഷേ എത്ര വിവാഹ വാഗ്ദാനം നൽകിയാലും എന്ത് നൽകിയാലും നമ്മുടെ ശരീരത്തിൽ ഒരാൾ സ്പർശിക്കരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിലക്കേണ്ടടുത്ത് അവിടെ വിലക്കണം. ഒക്കെ കൂട്ടുനിന്നതിന് ശേഷം പിന്നീട് കേസും വഴക്കും പുക്കാറും ഒക്കെ ആയിട്ട് എന്താ പ്രയോജനം? നാട് നീളെ അറിയിച്ച് നാണക്കേടും മാനക്കേടുമായിട്ട് സ്വന്തം വീട്ടുകാർക്കാണ് നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തത് ഏറ്റവും കൂടുതൽ. പയ്യൻ്റെ ഭാഗത്തുള്ള വീട്ടുകാർക്കും നാണക്കേട് തന്നെയാണ്, അല്ലെന്നല്ല. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഭാവി നശിക്കുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് തന്നെയായിരിക്കും. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനമ്മമാർക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കൊടുക്കുന്ന കൂലി എന്താണ്? എല്ലാ പെൺകുട്ടികളെ അല്ല കേട്ടോ, ഇതുപോലെയുള്ള കുറേ എണ്ണത്തിൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത്. ശരിക്കും ഇപ്പോൾ വ്ളോഗർമാരാണെങ്കിൽ ഇതൊരു ഫാഷനാക്കി എടുത്തിരിക്കുകയാണ്. പീഡനം എന്തുവാടെ ഇതൊക്കെ? ബാക്കിയുള്ള മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന വ്ളോഗർമാരെ കൂടി പറയിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തന്മാർ. വ്ളോഗർ ജുനൈദാണ് കേട്ടോ, എനിക്കിതുവരെ അറിയില്ലായിരുന്നു പുള്ളിക്കാരനെ. ഇനിയിപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ ആ ഒരു ചാനലിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ ഒരു വ്യൂസിൻ്റെ ഒരു പ്രവാഹമായിരിക്കും. കാരണം ഈ പുള്ളിക്കാരൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലരും സെർച്ച് ചെയ്ത് കയറും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, വളർത്തു ദോഷമൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാരൻസൊക്കെ നല്ലത് തന്നെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അവർ കാണിക്കുന്ന ഓരോരോ തോന്നിയാസങ്ങൾ തൻകാലിൽ നിൽക്കാറായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആരെയും വേണ്ട. ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നല്ല പിട കിട്ടാത്തതിൻ്റെ കുറവുണ്ട്. ശരിക്കും അവൻ വിളിക്കുന്നിടത്തൊക്കെ ചെന്ന് കയറി കൊടുത്തിട്ട് വിവാഹ വാഗ്ദാനം നൽകിയത്രേ. എന്ത് വിവാഹ വാഗ്ദാനം? എന്നിട്ട് ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള പറച്ചിലും ബ്ലാക്ക്മെയിൽ ചെയ്തു.
ഒരു ദിവസം ഇതുപോലെയുള്ള വാർത്തകൾ വരാത്ത ദിവസങ്ങളില്ല. എന്നിട്ട് പോലും ഇവളുമാരിങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ലേ? ഒക്കെ കേട്ടിട്ട് ഈ ലോകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വീണ്ടും 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 ട്രെയിനിൻ്റെ മുന്നിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് പോലെ ഓരോന്നിൻ്റെ മുന്നിൽ ചെന്ന് തലവെച്ച് കൊടുത്തിട്ട് പിന്നീട് ലോകത്തിൻ്റെ നാട്ടുകാരുടെ മുഴുവൻ മുമ്പിലും ഇങ്ങനെ പരിഹാസ്യരായിട്ട് സ്വന്തം മാതാപിതാക്കളെ നിർത്തുന്ന ഈ പെൺമക്കളെ എന്ത് പറയണം? ശരിക്ക് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ഈ കുട്ടികൾ ഇങ്ങനെ നശിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ടാണ്. പക്ഷേ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത തലമുറയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തേത്. അവർക്കൊക്കെ കുറച്ച് എന്താണ്, കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, ആഹാരവും വേണ്ട, ഒന്നും വേണ്ട, ഊണും ഉറക്കവും ഇല്ലാത്തൊരവസ്ഥയിലൂടെ അവർ പൊയ്ക്കുള്ളൂ. അവർക്കൊരു മൊബൈൽ ഫോണും നെറ്റ് ചാർജ് ചെയ്തങ്ങ് കൊടുത്തേച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഈ പെൺകുട്ടികൾ ഇതുപോലെ ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ്, ഇങ്ങനെയൊക്കെ ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വീട്ടുകാർക്കുണ്ട്. കാരണം ഇങ്ങനെ കയറൂരി വിടാൻ പാടില്ല. ഈ പയ്യൻ്റെ കൂടെ അവിടെ എവിടെയൊക്കെ പോയിട്ട് ഈ വീട്ടുകാർ അറിഞ്ഞില്ലേ? ശരിക്കും വീട്ടുകാരെയും പറയേണ്ട ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവളുമാർ പോകുന്നതൊക്കെ പാരൻസിനെ പറ്റിച്ചിട്ടായിരിക്കാം. പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ എവിടെയൊക്കെ പോകുന്നതെന്ന് ആർക്കറിയാൻ പറ്റും, അല്ലേ? എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. എന്തായാലും മോനെ ജുനേദേ, നിനക്കിനി കുറേ നാൾ അവിടെ ഉണ്ടയിൽ നിന്ന് കിടക്കാം. ഓക്കെ, നിനക്ക് നല്ല വൃത്തിയായിട്ട് മട്ടനും സൂപ്പും ചിക്കനും ഒക്കെ കിട്ടും. പറ്റുമെങ്കിൽ ഗോവിന്ദചാമീര അതേ സെല്ലിൽ തന്നെ പോയി കിടക്കാനായിട്ട് നീ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.